ഗുരുവായൂരപ്പനെ കാണാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു മടങ്ങിയ ആ പെൺകുട്ടി. പക്ഷേ അവളെ തേടി സാക്ഷാൽ ഭഗവാൻ നേരിട്ടെത്തിയ ആ അത്ഭുത കഥ, ഭക്തിയുടെയും സ്നേഹത്തിന്റെയും ആ അപൂർവ നിമിഷം. അവൾ ആദ്യമായാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത്. അയൽവാസികൾക്കൊപ്പം ഒരു കല്യാണത്തിന് പോകുമ്പോൾ മനസ്സ് നിറയെ ആവേശം മാത്രമായിരുന്നു. കല്യാണത്തെക്കാൾ ഉപരി മനസ്സിൽ കാലങ്ങളായി കൊണ്ടു നടന്ന ആഗ്രഹം തന്റെ പ്രിയപ്പെട്ട കണ്ണനെ നേരിൽ കാണണം. ക്ഷേത്ര ഗോപുരം കണ്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ ഭക്തിയുടെ 1000 താമര പൂക്കൾ വിരിഞ്ഞു. ക്ഷേത്രം അതിലകത്ത് കാലുകുത്തിയപ്പോൾ ഭക്തജനങ്ങളുടെ ഒരു മഹാസാഗരമാണ് അവളെ എതിരേറ്റത്. കണ്ണനെ ഒന്ന് ദർശിക്കാൻ മണിക്കൂറുകളോളം നീളുന്ന കാത്തിരിപ്പ് വേണമെന്ന് മനസ്സിലായപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. സമയം ഓരോ നിമിഷവും അവളുടെ കൈകളിൽ നിന്ന് മണൽ തരികൾ പോലെ വഴുതി മാറിക്കൊണ്ടിരുന്നു. കൂടെ വന്ന അയൽവാസികൾ ഓരോരുത്തരായി തിരക്ക് കൊണ്ട് പിൻവാങ്ങി തുടങ്ങി. നേരം വൈകുന്നു, നമ്മൾ വന്ന വാഹനം ഉടൻ തിരികെ പോകും, ദർശനം കിട്ടിയില്ല എന്നവരുടെ വാക്കുകൾ അവളുടെ കാതിൽ ഒരു പ്രകമ്പനം പോലെ പതിച്ചു. ഒടുവിൽ അവൾ വന്ന വാഹനം തിരിക്കാൻ സമയമായപ്പോൾ ഭഗവാനെ കാണാതെ മടങ്ങേണ്ടി വരുമെന്ന തിരിച്ചറിവ് അവളെ തളർത്തി. അവൾ വേഗം ഓടി ക്ഷേത്ര ജീവനക്കാരനോട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങുന്നേ, ഞാൻ ദൂരെ നിന്നാണ് വന്നത്. ഒരേ ഒരു പ്രാവശ്യം കണ്ണനെ ഒന്ന് കാണാൻ അനുവദിക്കുമോ? ഞാൻ വന്ന വാഹനം ഉടൻ തന്നെ തിരികെ എന്റെ നാട്ടിലേക്ക് പോകും. അങ്ങുന്നേ, ഒരു നിമിഷം മാത്രം മതി. കഴിയില്ല പുത്രി, എല്ലാവരും ഭഗവാനെ കാണാൻ നിരന്നു നിൽക്കുകയാണ്. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതോടെ അവളുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണീരോടെ വിറയ്ക്കുന്ന കൈകൾ കൂപ്പി അവൾ ഗോപുരവാതിക്കൽ നിന്ന് അകത്തേക്ക് നോക്കി. ആയിരക്കണക്കിന് ഭക്തർക്കിടയിൽ തന്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ മറഞ്ഞിരിക്കുകയാണെന്ന സത്യം അവളെ തകർത്ത് കളഞ്ഞു. എനിക്ക് അങ്ങയെ ഒരു നോക്ക് കാണാൻ അനുവദിക്കില്ലേ കണ്ണ എന്ന ചോദ്യം ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. തിരികെ വീട്ടിലെത്തിയപ്പോഴും ആ സങ്കടം മാറിയിരുന്നില്ല. ഭഗവാനെ കാണാൻ കഴിയാത്തതിന്റെ നിരാശയോടെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ അർദ്ധരാത്രിയിൽ അവൾ ഒരു അത്ഭുത കാഴ്ചയ്ക്ക് സാക്ഷിയായി. ചുറ്റും ഒരു സ്വർണ്ണ പ്രഭ പടരുന്നു. ആ പ്രഭയ്ക്കുള്ളിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാണാൻ അവളുടെ മുന്നിൽ നിൽക്കുന്നു. ദേഹം നിറയെ തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, തലയിൽ മയിൽപീലി, അധരങ്ങളിൽ ആരെയും മയക്കുന്ന ആ മനോഹരമായ ചിരി. ഭഗവാൻ മെല്ലെ കൈകൾ നീട്ടി അവളോട് പറഞ്ഞു, എന്തിനാണ് നീ വിഷമിച്ചിരിക്കുന്നത് സുന്ദരി? നീ ക്ഷേത്രത്തിൽ വന്നതും അവിടെ നീ വിഷമിച്ചു നിന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ നിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. നിന്റെ ഈ കുഞ്ഞു മനസ്സിൽ ഞാനുണ്ടല്ലോ, പിന്നെന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. അവളുടെ തലയിൽ മൃദുവായി തലോടിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണൻ ഒരു കാര്യം കൂടി പറഞ്ഞു, സുന്ദരി, അടുത്ത തവണ നീ വരുമ്പോൾ എനിക്കായി മധുര പലഹാരങ്ങൾ കൊണ്ടുവരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി. പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു. ഇരുട്ടിലും ആ സ്വർണ്ണ പ്രഭയുടെ തിളക്കം അവളുടെ കണ്ണുകളിൽ മായാതെ നിന്നു. അതൊരു വെറുമൊരു സ്വപ്നമായിരുന്നില്ല, ഭഗവാന്റെ ദർശനമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ അവളുടെ സങ്കടമെല്ലാം നിമിഷം നേരം കൊണ്ട് അലിഞ്ഞില്ലാതായി. ക്ഷേത്രത്തിലെ തിരക്കിൽ തന്നെ കാണാതിരുന്ന ഭഗവാൻ തന്നെ തിരഞ്ഞ് വീട്ടിലെത്തിയ ആ വാത്സല്യമോർത്ത് അവൾ കൈകൂപ്പി മന്ത്രിച്ചു, ഗുരുവായൂരപ്പ, അങ്ങ് എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഭഗവാന്റെ ആ കുസൃതി വാക്കുകൾ ഓർത്ത് പുഞ്ചിരിയോടെ സമാധാനമായി അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇത്തവണ അവളുടെ മനസ്സിൽ ഭഗവാന്റെ സാമീപ്യം നൽകിയ വലിയൊരു ആശ്വാസം മാത്രമായിരുന്നു. ഗുരുവായൂരപ്പന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.